ഖനൌരിയിലും കർഷക പ്രതിഷേധം. ആയിരക്കണക്കിന് കർഷകർ പുതിയ സമരമുഖം തീർത്തു. സമരക്കാർക്ക് നേരെ ഹരിയാന പോലീസിന്റെ ടിയർ ഗ്യാസ് പ്രയോഗം. നിരവധി കർഷകർക്ക് പരിക്കേറ്റു. അനൂപ് ദാസ് നൽകും വിവരങ്ങൾ. അനൂപ്, വീണ്ടും പ്രക്ഷോഭം ആളി കത്തുകയാണോ? സമരത്തിന്റെ രീതി എങ്ങനെ? സമരത്തെ നേരിടാൻ വേണ്ടി എന്തൊക്കെ അടിച്ചമർത്തലുകൾ ഉണ്ടാകുന്നുണ്ട്? എന്തൊക്കെ സംവിധാനങ്ങൾ പോലീസ് ഉപയോഗിക്കുന്നു? പ്രതീക്ഷ, ഈ കർഷക പ്രക്ഷോഭം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ പേരെത്തി കൂടുതൽ ശക്തി ആർജിക്കുന്നതിന്റെ കാഴ്ചയാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. ഇന്ന് ശംഭു അതിർത്തിയിൽ രാവിലെ മുതൽ പല റൗണ്ട് കണ്ണീർവാതക പ്രയോഗം ഹരിയാന പോലീസ് നടത്തി. ഇതിനിടയിലാണ് ഖനൌരിയിൽ കൂടി കൂടുതൽ കർഷകർ എത്തിയത്. കർഷകർ എത്തുമ്പോൾ തന്നെ ഹരിയാന പോലീസ് അവരെ തടഞ്ഞു. മുന്നോട്ട് പോകാനുള്ള ശ്രമം കർഷകർ നടത്തിയപ്പോൾ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിക്കുകയായിരുന്നു. ഏതാണ്ട് 15,000-ഓളം കർഷകർ ഖനൌരിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് കർഷക സംഘടനാ നേതാക്കൾ പറയുന്ന കാര്യം. നിരവധി കർഷകർക്ക് പരിക്കേറ്റതുമുണ്ട് എന്ന് പറയുന്നു. എന്തായാലും കൂടുതൽ ഇടങ്ങളിൽ ഈ സമരം ശക്തമാവുമ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് ഞങ്ങൾ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണ്, ചർച്ചയിലൂടെ ഈ വിഷയം പരിഹരിക്കാം എന്നുള്ളതാണ്. ഇന്ന് 11 മണിയോടുകൂടി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുമെന്നാണ് ശംഭു അതിർത്തിയിൽ ഉള്ള കർഷകർ നേരത്തെ അറിയിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ചില ചർച്ചകൾ ഫോണിലൂടെയും മറ്റും നടക്കുന്നതിനാൽ ആ മുന്നോട്ട് പോക്ക് നീണ്ടുപോവുകയാണ്. പക്ഷെ ഇന്നിപ്പോൾ ഏതാണ്ട് അഞ്ചാമത്തെ റൗണ്ടാണ് ശംഭുവിൽ ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഹരിയാന പോലീസ് പ്രയോഗിക്കുന്നത്. അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഖനൌരിയിലും കർഷക പ്രക്ഷോഭം അങ്ങനെ ആളി പടരുകയാണ്. കർഷക സമരത്തെ നേരിടാൻ സർവ്വസന്നാഹങ്ങളും പോലീസ് ഉപയോഗിക്കുന്നു.